ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ നിത്യത വരെ നമ്മളെ എത്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ ക്യാരക്ടറാണ്. മറ്റുള്ളവരെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കപടമുഖം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ കഴിഞ്ഞേക്കും. താൽക്കാലികമായിട്ട് നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെ, നമ്മുടെ ബന്ധുമിത്രാദിലെ കുഞ്ഞുങ്ങളാണെങ്കിൽ പപ്പയും മമ്മിയും ഒക്കെ നമുക്ക് കബളിപ്പിക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവസ്നേഹത്തെ, അതിൻ്റെ ആഴങ്ങളെ വർണ്ണിക്കുന്ന വേദപുസ്തകത്തിലെ മനോഹരമായൊരു പുസ്തകമാണ് ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്. പ്രിയനും തൻ്റെ കാന്തയുമായിട്ടുള്ള ഒരിക്കലും തീരാത്ത സ്നേഹത്തിൻ്റെ വലിയ വിവരണമാണ് ഈ പുസ്തകങ്ങൾ, ഈ അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള, അഥവാ മണവാളനും ആത്മമണവാളനും തൻ്റെ മണവാട്ടിയായ സഭയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ യഥാർത്ഥമായൊരു നിഴലാണ് ഈ പുസ്തകങ്ങൾ ഉടനീളം നമ്മൾ കാണുന്നത്. പ്രിയന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ കാന്തയുടെ, പ്രിയയുടെ ആ ഒരു വിശുദ്ധിയും ഒക്കെ ഇതിനകത്ത് പേജുകളിലൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ഇത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ ഇതിന് തുല്യമായ മറ്റൊരു പുസ്തകങ്ങളും ബൈബിളിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമ്മൾ ഇതിൻ്റെ 6-ാമത്തെ അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിങ്ങനെയാണ്, ഉത്തമഗീതം 6:10. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. ഈ ഒരു സ്ത്രീയുടെ, അഥവാ ഒരു മണവാട്ടിയുടെ ഒരു പ്രേമഭാജനത്തിന്റെ, ഒരു പുരുഷന്റെ പ്രേമഭാജനത്തിന്റെ വലിയ വിശേഷതയാണ് ഈ വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. വളരെ ഒരുപക്ഷെ വായിക്കുമ്പോൾ വൈരുദ്ധ്യമെന്ന് തോന്നുന്ന, തമ്മിൽ ചേരാത്തതായിട്ടുള്ള പല ഘടകങ്ങളും ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന് ശോഭ, സൗന്ദര്യം ഒരു സൈഡിൽ പറയുമ്പോൾ മറ്റൊരു വശത്ത് ഭയങ്കരത്വം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കരത്വം അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന as pure as the sun, as awesome as an army with banners. ഭയങ്കരത്വം, ഒരു വലിയ സൈന്യത്തിന്റെ ശക്തി നമുക്കറിയാം. പ്രിയമുള്ളവരെ, ദൈവസഭ, ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ വിവരണം, നല്ലൊരു വിവരണമാണ് ഈ വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ശോഭയും സൗന്ദര്യവും അവൾക്കുണ്ട്. ഈ സൗന്ദര്യം എങ്ങനെയാണെന്നറിയാൻ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഭൗതികമായ വസ്ത്രത്തിന്റെയോ അലങ്കാരത്തിന്റെയോ ഫലമായിട്ടല്ല. ക്യാരക്ടർ, സ്വഭാവമാണ് യഥാർത്ഥമായ സൗന്ദര്യം. ഇന്ന് പല കമ്പനികളും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒക്കെ നല്ല വസ്ത്രധാരണങ്ങൾ അത് നിശ്ചയമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഉള്ളൊരു കാര്യമാണ്. എങ്കിലും ആ കാൻഡിഡേറ്റിനെ അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവത്തെ പരിശോധിക്കുന്ന ചില പരിശോധനകൾ, വരുന്ന വഴിയിൽ ഒരുപക്ഷെ ക്രമം തെറ്റിക്കിടക്കുന്ന ഒരു കസേര അവിടെ ഇട്ടേക്കും, അതവൻ നേരെ ഇടുന്നു, ഒരു ടാപ്പിൽ വെള്ളം തുറന്നിട്ടേക്കാം. അപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ടോ, മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ നിത്യത വരെ നമ്മളെ എത്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ ക്യാരക്ടറാണ്. മറ്റുള്ളവരെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കപടമുഖം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ കഴിഞ്ഞേക്കും. താൽക്കാലികമായിട്ട് നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെ, നമ്മുടെ ബന്ധുമിത്രാദിലെ കുഞ്ഞുങ്ങളാണെങ്കിൽ പപ്പയും മമ്മിയും ഒക്കെ നമുക്ക് കബളിപ്പിക്കാം. അവരുടെ മുമ്പിൽ നല്ല കുട്ടിയായി നമുക്ക് ചമയാം. പക്ഷെ ഉള്ളങ്ങളെ നോക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഒരിക്കലും അഭിനയിക്കാൻ കഴിയത്തില്ല. ക്യാരക്ടർ, D.L. മോഡി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ ഇൻ ദ ഡാർക്ക്. ഇരുട്ടിൽ നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ സ്വഭാവം. നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയായി മാറാൻ വേണ്ടി. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവവചനം നിത്യവും വായിക്കണം, പ്രാർത്ഥിക്കണം. റോമാലേഖനം 12:2 വാക്യം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അനുദിനം നമ്മുടെ മൈൻഡ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കണം. ഈ മൈൻഡിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും? മൈൻഡിനെ നമുക്ക് കുറെ വളർത്താൻ പറ്റും. കുറെ അറിവ് സമ്പാദിച്ച് മൈൻഡ് നമുക്ക് ഷാർപ്പാക്കാം, നല്ല അറിവ് സമ്പാദിക്കും. പക്ഷെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാൻ, പരിവർത്തനം വരുത്തുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയൂ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഇന്നർ ബ്യൂട്ടി, അതാണ് ഇതിനകത്ത് വിഷയം. ഔട്ടർ ബ്യൂട്ടി ഉണ്ട്, ഇന്നർ ബ്യൂട്ടി നല്ല മനോഹരമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള. ഈ കൊടി ഏതെന്നറിയാമോ? ഈ ഉത്തമഗീതങ്ങളിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ എൻ്റെ മേൽ പിടിച്ച കൊടി സ്നേഹമായിരുന്നു. ഈ കൊടി എന്ന് പറയുന്നത് ക്രിസ്തു പിടിക്കുന്ന കൊടിയാണ്. ആ കൊടി, ആ ബാനറിനകത്ത് എഴുതിയിരിക്കുന്നത് ലവ്, അഗാപ്പെ, അൺകണ്ടീഷണൽ ലവ്. ആ സ്നേഹത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമാണ് നമ്മൾ. അതിൽ തന്നെ ഒരു ഭയങ്കര ബലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തി കൊണ്ട് നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും സ്നേഹം കൊണ്ട് നേടാൻ കഴിയും. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാവും പെട്ടെന്ന്. നമ്മുടെ കുടുംബജീവിതത്തിൽ
ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് അവരുടെ കൈക്കരുത്തും മെയ്ക്കരുത്തും തന്ത്രങ്ങളും പ്രയോഗിക്കുന്നത് കൊണ്ടാണ്. പല കാര്യങ്ങളും സ്വായത്തമാക്കാൻ, പിടിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന കുതന്ത്രങ്ങൾ കൊണ്ടാണ് പരാജയപ്പെടുന്നത്. ഭാര്യയെ വശത്താക്കുവാൻ, ഭർത്താവിനെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ അപകടകരമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വചനം പറയുന്നു, സ്നേഹത്തെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധം ലോകത്തിലില്ല. നിങ്ങളുടെ കുടുംബജീവിതം വളരെ അനുഗ്രഹമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്നേഹമെന്ന ആയുധം ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളെ അത് കൂടുതൽ കരുത്തുള്ളവരായിട്ട് മാറ്റും. കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന് ഏറ്റവും നല്ല മാതൃക. അവൻ ലോകത്തെ ഇന്നും കീഴടക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം 50,000 പേരെങ്കിലും ക്രിസ്തുവിലൂടെ പുതിയ ജീവിതം അവർ സ്വായത്തമാക്കുന്നുണ്ട്. അവന്റെ സ്നേഹത്തിൽ അവർ സർവം സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ 2 ക്വാളിറ്റി ഉള്ളവരായി നമുക്ക് മാറാം. ഒരു ഇന്നർ ബ്യൂട്ടിയും അപ്പോൾ തന്നെ സ്നേഹത്തിന്റെ കരുത്തും. ഇത് രണ്ടുമുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപയും ശക്തിയും മുന്നേറുവാൻ, ജീവിത വിജയം നേടുവാൻ നമുക്ക് കഴിയും. ഗോഡ് ബ്ലെസ് യു.